Traveling salesman problem TSP. Start from some vertex and travel all other vertices once, and we have to return back to the same starting vertex. The cost of traveling must be minimum. For example, 4 cities കൺസിഡർ ചെയ്യുന്നു. ആ 4 സിറ്റീസിൽ ഏതെങ്കിലും ഒരു സിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സ് വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ സോഴ്സിൽ നിന്നും എല്ലാ സിറ്റീസും കവർ ചെയ്യണം. എങ്ങനെയായിരിക്കണം? ഓൺലി വൺസ് മാത്രമായിരിക്കണം അതിന് സിറ്റീസ് കവർ ചെയ്യേണ്ടത്. മിനിമം കോസ്റ്റിലായിരിക്കണം എല്ലാ സിറ്റീസും കവർ ചെയ്യേണ്ടത്. ദെൻ എന്തായിരിക്കണം? സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഏതാണോ, ആ സ്റ്റാർട്ടിംഗ് സിറ്റി ഏതാണോ അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ എൻഡിങ്ങും വേണ്ടത്. ഇതാണ് അടുത്തത്. മിനിമം കോസ്റ്റിൽ എല്ലാ സിറ്റീസും കവർ ചെയ്യും വേണം. ബട്ട് എന്താണ്, റിപ്പീറ്റേഷൻ വരാനും പാടില്ല. സ്റ്റാർട്ടിങ് ഏതാണോ സിറ്റി, ആ സിറ്റിയിൽ തന്നെയാണ് എൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 4 സിറ്റീസ് എടുത്തു, 1 2 3 4 4 സിറ്റീസ് എടുത്തു. ആ സിറ്റീസിൻ്റെ അഡ്ജസൻസി മെട്രിക്സ്, കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ്, ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഡ്ജസൻസി മെട്രിക്സ്, അതായത് ടാബുലാർ ഫോമിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ജി ഓഫ് ഐ കോമ എസ് ഈക്വൽ ടു മിനിമം കെ ബിലോങ്സ് ടു എസ് സി ഓഫ് ഐ കെ പ്ലസ് ജി ഓഫ് കെ കോമ എസ് മൈനസ് കെ. ജി മീൻസ് കോസ്റ്റ് ഫംഗ്ഷൻ, ഇത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിമൈനിങ് വെർട്ടെക്സസ് എക്സ് എന്ന് പറയുന്നത്. കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എനി വെർട്ടെക്സ്, ഏത് വെർട്ടെക്സ് ആണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഡ്ജിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. 1 എന്നുള്ള സിറ്റീനെ നമ്മൾ സ്റ്റാർട്ടിംഗ് സോഴ്സ് വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സോഴ്സിൽ ഇനി ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? നമുക്ക് ഓൾറെഡി 4 സിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് പോവാം? ഒന്നില്ലെങ്കിൽ 2ലോട്ട് പോവാം, ഒന്നില്ലെങ്കിൽ എന്ത് വയ്ക്കാം? 3ലോട്ട് പോവാം, അതർവൈസ് എന്തിലോട്ട് പോവാം? 4ലോട്ട് പോവാം. ഇങ്ങനെയാണ് 3 ഓപ്ഷൻസ്. അതായത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ചിട്ടാണ് TSP നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റി ആണ് ഫോളോ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമാലിറ്റിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഡിസിഷൻസ്. ഓരോ സ്റ്റേജസിൽ നമ്മൾ സീക്വൻസ് ഓഫ് ഡിസിഷൻസ് എടുക്കുന്നു. ആ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്നുള്ള സ്റ്റേജിൽ നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് സിറ്റി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സിറ്റിക്ക് പോകാം, തേർഡ് സിറ്റിക്ക് പോകാം, ഫോർത്ത് സിറ്റിക്ക് പോകാം. സെക്കൻഡ് സിറ്റി 1 വിസിറ്റ് ചെയ്തു, സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻ വരുന്നത്? നെക്സ്റ്റ് 3 and 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ആണെങ്കിൽ എന്തായിരിക്കും? 4 മാത്രമേ ഉള്ളൂ. 4 ആണെങ്കിൽ എന്താണ്? 3 മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെയായിരിക്കും? 2ഉം 4ഉം, 2ഉം 4ഉം. ഇവിടെ എങ്ങനെയാണ്? 2ഉം 3ഉം. നെക്സ്റ്റ് 2 എന്നാണെങ്കിൽ എന്തായിരിക്കും? ഓൾറെഡി 1ഉം 3ഉം കഴിഞ്ഞു. 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മാത്രം. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 2 മാത്രം. ഇവിടെ 3, ഇവിടെ 2. ഇതാണ് ഓപ്ഷൻസ്. 1ൽ നിന്ന് വരികയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇനി ഫർദർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4ൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും എവിടേക്ക് തന്നെയായിരിക്കും? സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഇവിടെ എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആണ്. 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 സെയിം ഇവിടെയും സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആണ്. ഓരോന്നിൻ്റെ എൻഡിങ്ങിൽ എത്തി കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? അത് വീണ്ടും ബാക്ക് എവിടേക്ക് തന്നെയായിരിക്കും? ബാക്ക് ടു സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലോട്ട് അത് മൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിംഗ്? അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഡൈനാമിക് അപ്രോച്ച് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ബോട്ടം ടു ടോപ്പിലോട്ടായിരിക്കും അതിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ജി ഓഫ് ഐ എക്സ് അനുസരിച്ചിട്ട് എന്തായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ജി ഓഫ് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഏതാണ് നമുക്ക് വരുന്നത്? ഫസ്റ്റ് വെർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡിങ്ങിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2 വരാം, 3 വരാം, 4 വരാം. 2, നള്ളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് 2 എന്നുള്ള വെർട്ടെക്സിൽ എത്തി, ലാസ്റ്റ് വെർട്ടെക്സ് എത്തി. പിന്നെ അതെന്തായിരിക്കും? ബാക്ക് ടു ഫസ്റ്റ് വെർട്ടെക്സ് ആണ്. അതുകൊണ്ടാണ് 2, നൾ. 2, നൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? 2 to 1. അപ്പോൾ നമ്മുടെ മെട്രിക്സിൽ 2 to 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈക്വൽ ടു 5 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? ജി ഓഫ് 3, നൾ. 3 to 1 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 6. നെക്സ്റ്റ് എന്തായിരിക്കും? ജി ഓഫ് 4, നൾ.
4 കോമ നൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജി ഓഫ് 4 to 1 ഈക്വൽ ടു 8. ഇതാണ് വന്നിരിക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും 1 to 4 സ്റ്റെപ്പ് 1. നെക്സ്റ്റ് എന്തായിരിക്കും 3 to 4 സ്റ്റെപ്പ് 2. നെക്സ്റ്റ് എന്തായിരിക്കും സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4. ഇങ്ങനെയായിരിക്കും നമ്മൾ 4 സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്പിൽ ഫസ്റ്റ് എന്തായിരിക്കും 0 എലമെൻസിനെ കൺസിഡർ ചെയ്യുന്നു. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് 0 എലമെൻസിനെ കൺസിഡർ ചെയ്യുന്നു. 0 എലമെൻറ്റ്സ് മീൻസ് എന്തായിരിക്കും അത് ഏത് വെർട്ടെക്സിലാണോ അതായിരിക്കും എൻഡിങ് വെർട്ടെക്സ്. ഇത് എൻഡിങ് വെർട്ടെക്സ് ആണ്. ഈ എൻഡിങ് വെർട്ടെക്സിൽ സ്റ്റാർട്ട് വെർട്ടെക്സിലോട്ട് അതിനെ ഫോക്കസ് ചെയ്യും. അതാണ് ഇവിടെ മീൻ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് വരുന്നത് ജി ഓഫ് എന്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2ന് എടുക്കുന്നു. 2ന് എടുക്കുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്താണ് 2ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2ന് എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസാണ് വരുന്നത് 3ഉം 4ഉം വരാം. അപ്പോൾ 2 കോമ സെറ്റ് ഓഫ് ഇവിടെ 0 എലമെൻസിനെ കൺസിഡർ ചെയ്തു 1 എലമെൻസിനെ കൺസിഡർ ചെയ്തു. 2 എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും 3 എന്നുള്ളൊരു ഓപ്ഷൻ വരാം. നെക്സ്റ്റ് ജി ഓഫ് 2 കോമ 4. 2 to 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത് ഈക്വൽ ടു 15. 2 to 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 2 to 4 ഈക്വൽ ടു 2 to 3. Cost of minimum of C, I, K. I means 2. 2, S. Any element 3. 2, 3. Cost of 2, 3. 2, 3. Cost of 2, 3. Cost of 2, 3 equal to 9. 9 plus. Next G of K, G of എന്ന് പറയുന്നത് കോസ്റ്റ് മെട്രിക്സ് ആണ്. K എന്ന് പറയുന്നത് എന്തായിരിക്കും 3, S എന്ന് പറയുന്നത് 3 ആണ്. 3 to 3 എന്ന് പറയുന്നത് എന്താണ് നള്ളാണ്. 3 to 3 നൾ വരുമ്പോൾ എന്തായിരിക്കും 3, നൾ. 3, നൾ എന്ന് പറയുന്നത് എന്താണ് 6. 9 plus 6 equal to 15. ഇങ്ങനെയാണ് ഇവിടുത്തെ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്ത് കിട്ടുന്നത്. ആ സെയിം മെത്തേഡിൽ G of 2, 4. 2, 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 2 to 4 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് നെക്സ്റ്റ് എന്തായിരിക്കും 2, 4, നൾ. 4, നൾ ഈക്വൽ ടു 8. 10 പ്ലസ് 8 ഈക്വൽ ടു 80. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഇലമെന്റിനെ കണ്ടു. നെക്സ്റ്റ് എന്തായിരിക്കും ഫസ്റ്റ് ഇലമെന്റ് നൾ ഇലമെന്റ്സിനെ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഇലമെന്റിനെ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് എന്തായിരിക്കും ജി ഓഫ് 3, 2. G of 3, 4 equal to 3, 2. 3, 2 equal to 13. 13 plus 2 null equal to 5 equal to 80. Next 3, 4. 3, 4 equal to 12. 12 plus 8 equal to 12 plus 8 equal to 20. Step 1, step 2, next step 3. 1 എലമെന്റ്സിനെ കൺസിഡർ ചെയ്തു, 0 എലമെന്റ്സ് കൺസിഡർ ചെയ്തു, 1 എലമെന്റ്സിനെ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് 2 എലമെന്റ്സ് G of 2, 3, 4. 3, 4. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിനിമം ഓഫ് എന്ത് വന്നു C of I, 2. C of 2, 3 plus G of 3, K എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. 3 എടുത്തു. നെക്സ്റ്റ് എന്തായിരിക്കും 3 - 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4 മാത്രമേ ഉള്ളൂ. 4, C of 2, 4 plus G of
4, 3 equal to minimum of c, 3 equal to 9 plus 20, 9 plus 20, 10 plus 50, 10 plus 50 minimum equal to 25. g of 2, 3, 4 എന്ന് പറയുമ്പോൾ 25 കിട്ടി. നെക്സ്റ്റ് എന്തായിരിക്കും g of 3, 2, 4 equal to minimum of 2, 3, 4 plus g of 4, 2 3, 2 plus g of 2, 4 equal to minimum of 12 plus 13, 13 plus 18, 13 plus 18 equal to 25. In same method, g of 4, 2, 3 equal to minimum of 8 plus 15, 9 plus 18 equal to 23. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? ഫസ്റ്റിൽ നള്ള് 1, 2. ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് g of 1, 2, 3, 4 3 എലമെൻറ്റ്സ് ആണ്. 2 കഴിഞ്ഞാൽ 3 എലമെൻറ്റ്സ്. ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഈക്വൽ ടു മിനിമം ഓഫ് 1, 2 പ്ലസ് g of 2, set of 3, 4, 1, 3 plus g of 3, set 2, 4, 1, 4 plus g of 4, 2, 3 equal to minimum of 10 plus 25, 15 plus 25, 20 plus 23 equal to 35. മിനിമം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഫർദർ ആയിട്ട് 4 എലമെന്റ്സിനെ വെച്ച് കൺസിഡർ ചെയ്യാനായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആകെ ടോട്ടൽ 4 സിറ്റീസ്, 4 വെർട്ടിസസേ ഉള്ളൂ. ഫസ്റ്റിനെ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. റിമൈനിങ് വാല്യൂസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? മിനിമം കോസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അതിൻ്റെ പാത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് 35 കിട്ടിയിരിക്കുന്നത് ഏതാണ്? ഈ ഒരു 2 വാല്യൂസിൽ നിന്നാണ് നമുക്ക് 35 കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഏതാണ്? 1 ആണ്. 1ൽ നിന്ന് നമ്മൾ എവിടേക്ക് പോയി? 1ൽ നിന്ന് നമ്മൾ 10 plus 25 എന്ന് പറയുമ്പോൾ 2 എന്നുള്ളൊരു വെർട്ടെക്സിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത്. 2 എന്നുള്ള വെർട്ടെക്സിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ g of 2 of 3, 4 g of 2, 3, 4 എന്നുള്ള വെർട്ടെക്സ് നമ്മൾ മൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? അത് മൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് g മിനിമം ഓഫ് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2, 3 plus g of 3, 4 ഇതും
നെക്സ്റ്റ് എന്തായിരിക്കും 2,4 പ്ലസ് ജി ഓഫ് 4,3. ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ രണ്ട് വാല്യൂസിൽ നമുക്ക് മിനിമം കോസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഏതാണ്? ഈ ഒരു വാല്യൂയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 2ൽ നിന്നും 4ലോട്ടാണ് പിന്നെ മൂവ് ചെയ്തിരിക്കുന്നത്. 2ൽ നിന്നും 4ലോട്ട് മൂവ് ചെയ്തിരിക്കുന്നു. 2ൽ നിന്നും 4ലോട്ട് മൂവ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ ജി ഓഫ് 4,3 ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. 4,3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്? ജി ഓഫ് മിനിമം ഓഫ് 4,3 പ്ലസ് ജി ഓഫ് 3,9. ഈ ഒരു വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ 4ൽ നിന്ന് എവിടേക്കാണ് പിന്നെ പോയിരിക്കുന്നത്? 3 എന്നുള്ളതിലോട്ടാണ് പോയിരിക്കുന്നത്. 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 അഗെയിൻ എവിടേക്കാണ് പോകുന്നത്? ജി ഓഫ് 3,9 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് വരുന്നത്? അതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വെർട്ടെക്സ് തന്നെയാണ്. സോ 1 ഇതാണ് വന്നിരിക്കുന്നത്. 1 to 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ? 1 to 2 എന്ന് പറയുന്നത് 10 ആയിരിക്കും. 1 to 2 എന്ന് പറയുന്നത് 10 എന്നുള്ള വാല്യൂ ആയിരിക്കും. പ്ലസ് 2 to 4 എന്ന് പറയുന്നത് 10 ആയിരിക്കും. പ്ലസ് 2 to 4 to 3 ഈക്വൽ ടു 9 പ്ലസ് 3 to 1 ഈക്വൽ ടു 6. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 35. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ അതിന് സോഴ്സ് വെർട്ടെക്സ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തതാണ്. പാത്ത്, സ്മോളസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 1ൽ നിന്നും 2ലോട്ട് പോയി, 2ൽ നിന്നും 4ലോട്ട് പോയി, 4ൽ നിന്നും 3ലോട്ട് വന്നു, 3ൽ നിന്നും എവിടേക്ക് വന്നു? 1ലോട്ട് വന്നു. എല്ലാ വെർട്ടെക്സും വിസിറ്റ് ചെയ്തു. ഒറ്റ ഒരു വെർട്ടെക്സ് പോലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. സോ സ്റ്റാർട്ട് വെർട്ടെക്സ് ഏതാണോ ആ സ്റ്റാർട്ട് വെർട്ടെക്സിൽ തന്നെയാണ് അതിൻ്റെ ട്രാവലിംഗ് എൻ്റെ ആവുന്നത്. ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇനി ഇതിൻ്റെ എക്സാക്ട് ഗ്രാഫ്, അതായത് ട്രീ സ്ട്രക്ചറിൽ നമുക്ക് വരയ്ക്കാം. ആ ട്രീ സ്ട്രക്ചറാണ്, അതായത് സ്റ്റേറ്റ് സ്പേസ് ട്രീ മാതിരിത്തെ ഒരു ട്രീ സ്ട്രക്ചറായിട്ടാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം.